വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആ ദാവായിരുന്നു ഞാൻ പറഞ്ഞ സർപ്രൈസ്. പാച്ച് പറഞ്ഞത് കേട്ട് പുറത്തേക്ക് നോക്കിയതും ഉള്ളിലേക്ക് കയറി വരുന്ന ആളെ കണ്ട് മിഴികൾ അറിയാതെ ആശ്ചര്യത്താൽ വിടർന്നു പോയി. തൻ്റെയും അമ്പൂട്ടിൻ്റെയും ഡ്രസ്സിൻ്റെ അതേ കളർ കരിനീല ഷർട്ടും ബ്ലാക്ക് സ്കിന്നി ജീനും ഇട്ട് ഇൻ ചെയ്ത് ലുക്കിൽ വരുന്ന ദക്ഷിണെ കണ്ട് വിശ്വാസം വരാതവനെ നോക്കി. അന്ന് ദക്ഷിണ മാത്രം വേറെ കളർ എടുത്തപ്പോൾ സത്യത്തിൽ ഉള്ളിൽ ചെറിയ സങ്കടം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം അവനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് മിഴികൾ വരെ നിറഞ്ഞിരിക്കുന്നു. പാച്ചു, ഇതെങ്ങനെ? ഈ പാച്ചു വിചാരിച്ചാൽ നടക്കാത്തായിട്ട് എന്താ ഉള്ളത്? പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഈ കാര്യത്തിൽ എഴുതിക്ക് വിഷമണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പാച്ചു പറഞ്ഞത് കേട്ട് നന്ദിയോടെ അവനെ നോക്കിയതും അവൻ തന്നെ നോക്കി കണ്ണുകൾ ചെമ്പി കാണിച്ചു. വന്നവരോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ദക്ഷിൻ്റെ കണ്ണുകൾ താൻ സെലക്ട് ചെയ്ത സാരിയിൽ സുന്ദരിയായി ഒരുങ്ങി വന്ന് നിൽക്കുന്നവളായിരുന്നു. കേക്ക് കട്ടിങ്ങിനുള്ള സമയമായതും ദക്ഷി കുഞ്ഞിനെയും എടുത്ത് ആരുടെയൊക്കെയോ സംസാരിച്ച് നിൽക്കുന്ന കാശിയുടെ അടുത്തേക്ക് നടന്നു. ഹർഷനും വർഷയും കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നിരുന്നു. ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന പ്രൗഢമായ അമ്പാട്ട് തറവാട് കണ്ടതും വർഷയുടെയും ഹർഷൻ്റെയും കണ്ണ് തള്ളിപ്പോയിരുന്നു. ദക്ഷിൻ്റെയും കുഞ്ഞൻ്റെയും ഒപ്പം അവിടെ തയ്യാറാക്കിയ മനോഹരമായ സ്റ്റേജിലേക്ക് പുഞ്ചിരിയോടെ നടന്നു വരുന്ന കാശിയെ കണ്ടതും ഹർഷൻ്റെ കണ്ണുകൾ വിടുന്നു. എന്നാൽ ഒരു നിമിഷം അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചിരിക്കുന്ന ദക്ഷിൻ്റെ കൈകൾ കണ്ടതും അവനിൽ നിരാശ പടർത്തി. എന്നാൽ കാശിയുടെ കയ്യിൽ കോർത്തു പിടിച്ച ദക്ഷിൻ്റെ വിരൽ കാണുന്തോറും മറ്റൊരാളിൽ ദേഷ്യം ഉടലെടുത്തിരുന്നു. എന്നാൽ തന്നേക്കാൾ എന്തുകൊണ്ടും മികച്ച ജീവിതം കിട്ടിയ കാശിയോട് വർഷയ്ക്ക് കുശുമ്പ് തോന്നി. അവളുടെ മുഖത്ത് പുഞ്ചിരിയും സന്തോഷവും അത് സത്യം തന്നെയാണെന്ന് വർഷയ്ക്ക് തെളിയിച്ചു. കാശിയോട് തോന്നിയ കുശുമ്പിനോടൊപ്പം കാശിയിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഹർഷൻ്റെ കണ്ണുകളെ കണ്ടതും വർഷയിൽ കാശിയോടുള്ള ദേഷ്യവും ഉടലെടുത്തിരുന്നു. എന്നാൽ ഇതെല്ലാം ദക്ഷിൺ ശ്രദ്ധിച്ചിരുന്നു. കാശിയിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഹർഷൻ്റെ കണ്ണുകൾ അവനിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത നിറച്ചിരുന്നു. പുറത്തെ ഗാർഡനിലായിരുന്നു സ്റ്റേജ് കെട്ടിയിരുന്നത്. സ്റ്റേജ് മറ്റ് ഡെക്കറേഷനെല്ലാം പാച്ചുവിൻ്റെയും അജുവേട്ടൻ്റെയും ചുമതലയിലായിരുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേ കേക്കും മറ്റും അവരുടെ സെലക്ഷൻ തന്നെയായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് വന്നതും അമ്പൂട്ടൻ എല്ലാവരെയും കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ദക്ഷി പിടിച്ചിട്ടും അവൻ്റെ കയ്യിലേക്ക് പോകാതെ എല്ലാവരെയും സൂക്ഷിച്ച് നോക്കി തൻ്റെ കയ്യിൽ തന്നെ പതുങ്ങിയിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ നേരമായതും ദക്ഷി ഒരു കൈ കൊണ്ട് കിൻഫി എടുത്ത് കുഞ്ഞൻ്റെ കൈ കൂടി കൂട്ടിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇടുപ്പിലൂടെ കൈയിട്ട് തന്നെ ചേർത്ത് പിടിച്ചതും ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ ഇതൊന്നും അറിയാത്ത പോലെ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന ബോഡി പെർഫ്യൂം തൻ്റെ ശരീരത്തിലാകെ വ്യാപിക്കുന്ന പോലെ തോന്നി. കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞൻ്റെ വായിലേക്ക് ചെറിയ പീസ് വെച്ച് കൊടുത്ത് ദക്ഷി കൈ പിൻവലിക്കാൻ നിന്നതും കുഞ്ഞൻ ബഹളം വെച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചു. ആൾക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ദക്ഷിൻ്റെ കയ്യിലുള്ള പകുതി കടിച്ചപ്പോഴേക്ക് തന്നെ ഉണ്ണിവയർ നിറഞ്ഞതും കുറുമ്പൻ അവൻ്റെ കയ്യിലുള്ള പിടിവിട്ടു. അവൻ്റെ കയ്യിൽ പറ്റുന്ന ക്രീം മുഴുവൻ തൻ്റെ കവിളിൽ തുറച്ചിരുന്നു. കുഞ്ഞൻ്റെ ആ പ്രവൃത്തിയിൽ കൂർപ്പിച്ച് നോക്കിയതും ആളിലേക്ക് ചിരിച്ചുകൊണ്ട് കഴുത്തിലേക്ക് മുഖം പൊഴുത്തി കിടന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പായിരുന്നു. പാച്ചുവിൻ്റെ ക്യാമറയിൽ അവൻ തന്നെയായിരുന്നു പിക്ക് എടുത്തിരുന്നത്. കുഞ്ഞനെ നിർത്തിയും ഇരുത്തിയും കിടത്തിയും അവൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എല്ലാം ഇഷ്ടപ്പെടാതെ അമ്പൂട്ടൻ ബഹളം വെച്ച് തുടങ്ങിയിരുന്നു. പരിചയമില്ലാത്ത ആളുകളെയൊക്കെ കണ്ടതുകൊണ്ടാകാം ആൾ കയ്യിൽ നിന്ന് ഇറങ്ങാതെ നിന്നു. ടോയ്സായും ഡ്രസ്സായും മറ്റും ആൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിരുന്നു. തരുന്നതൊക്കെ കയ്യിൽ വാങ്ങി അവരെ നോക്കി ചിരിച്ച് കാണിക്കും. പക്ഷെ എടുക്കാൻ മാത്രം സമ്മതിക്കില്ല. ഗേൾസിനെ തീരെ അടുപ്പിക്കില്ല. കുറച്ചു നേരം കഴിഞ്ഞത് കുഞ്ഞിന് ഉച്ചക്കും വൈകിട്ടും ഉറങ്ങാത്തത് കൊണ്ട് ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. അല്ലെങ്കിലും 12 മണിയായ ആൾ ഉറങ്ങില്ല. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നതും കുഞ്ഞിനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു. അതേ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് വിളി കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ ദക്ഷിൻ്റെ ഫ്രണ്ട് ആ ജാട പൊട്ടിപ്പു തന്നെ ഏകയായിരുന്നു. എന്താ ചേച്ചി? എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണം. തനിക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ചേച്ചി, ഇപ്പം കൊണ്ടുവരാം. അമ്മോ, ഇവനൊന്ന് പിടിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. കുഞ്ഞിന് കഴിക്കാനുള്ളതെടുത്ത് പ്ലേറ്റും പിടിച്ച് തൻ്റെ അരികിൽ നിൽക്കുന്ന അമ്മുവിനോട് പറഞ്ഞതും അവൾ കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പായി നേഹ തൻ്റെ കയ്യിൽ നിന്നും അമ്പൂട്ടിനെ ബലമായി പിടിച്ചു വാങ്ങിയിരുന്നു. ഉറക്കം വന്ന് ചിണുങ്ങിക്കൊണ്ടിരുന്ന അമ്പൂട്ടൻ അവരെടുത്ത് ഇഷ്ടപ്പെടാതെ തൻ്റെ നേരെ കൈനീട്ടി വാശി പിടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. ചേച്ചി, കുഞ്ഞിനെ കരയിപ്പിക്കണ്ട, ഇവളെടുത്തോളും. കുഞ്ഞൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കവയ്യാതെ പറഞ്ഞു. ഇവൻ്റെ കരച്ചിലേ ഞാൻ മാറ്റിക്കൊള്ളാം. നീ ആദ്യം പോയി ഞാൻ പറഞ്ഞത് എടുത്തിട്ട് വാ. അവരുടെ അഹങ്കാരത്തോടെയും അധികാരത്തോടെയുള്ള സംസാരം കേട്ടതും അതിഥി ദേവാ ഭവ എന്നായതുകൊണ്ട് ഒന്നും വിടാതെ വേഗം കിച്ചണിലേക്ക് പോയി നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിൽ കുറച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്നു. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നേഹയുടെ മുടിയിൽ ശക്തിയിൽ പിടിച്ച് വലിക്കുന്ന കുഞ്ഞിനെയാണ്. അമ്മു കുഞ്ഞു കൈകൾ അയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അമ്പൂട്ടാ! തൻ്റെ വിളി കേട്ടതും ആള് മുടിയിലുള്ള പിടിവിട്ട് തൻ്റെ കയ്യിലേക്ക് ആഞ്ഞതും
വേഗം വാങ്ങിയെടുത്തതും ആള് പരിഭവത്തോടെ തന്നെ ഒന്ന് നോക്കി പിന്നെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. വേദന കൊണ്ട് ചുളിഞ്ഞിരിക്കുന്ന നേഹയുടെ മുഖം കണ്ടതും ചിരി വന്നെങ്കിലും മടക്കി നിർത്തി കയ്യിലുള്ള ജ്യൂസ് അവർക്ക് കൊടുത്തു. താങ്ക്സ്. എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇതുപോലെ എന്തെങ്കിലും കിട്ടണം. അത് മസ്റ്റാണ്. അതുകൊണ്ടാണ് തന്നെ ബുദ്ധിമുട്ടിച്ചത്. പകുതി കുടിച്ച ഗ്ലാസ് തനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അത് വാങ്ങാൻ നിന്നതും അറിയാത്തതുപോലെ അവർ ഗ്ലാസ്സിലെ പിടിവിട്ടതും ഗ്ലാസ് നിലത്തേക്ക് വീണു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി ജ്യൂസ് തൻ്റെ സാരിയിലുമായിരുന്നു. ഓ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. തൻ്റെ സാരിയിലേക്ക് ആകെ ആയില്ലേ? കഷ്ടം. കുഴപ്പമില്ല, അത് പൊക്കോളും. അമ്മുവിൻ്റെ കയ്യിലുള്ള കർച്ചീഫ് വാങ്ങി സാരിയിൽ പറ്റിയത് തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി, ഞാൻ പോട്ടെ. ബായ് ക്യൂട്ടി. അതും പറഞ്ഞവർ അമ്മൂട്ടിൻ്റെ കവിളിലൊന്ന് തോണ്ടി അവിടുന്ന് പോയി. അവർ കവിളിൽ തൊട്ടത് ഇഷ്ടപ്പെടാതെ അവർ പോയ വഴിയെ നോക്കി കുഞ്ഞു വിരൽ ചൂണ്ടി ചുണ്ടൊക്കെ കൂർപ്പിച്ച് അമ്മൂട്ടൻ പരിഭവം പറയുന്നുണ്ട്. അവളെ അടിക്കണം എന്നാണ് ആള് പറയുന്നത്. അച്ചോടാ, എൻ്റെ കുഞ്ഞിനെ കവിള് തോണ്ടി അവള്. സാരല്ല, പോട്ടെട്ടോ, നമുക്ക് ഒറ്റ അടിക്കാമേ. കുഞ്ഞിൻ്റെ കവിളിൽ തുടച്ചു കൊടുത്ത് പറഞ്ഞപ്പോഴാണ് ആൾക്ക് ആശ്വാസമായത്. ഓ, എന്തൊരു ജാടേ ചേച്ചി അവർക്ക്. അതാരാണ്? ദക്ഷിൻ്റെ ഫ്രണ്ടാണ്. ഏട്ടായിക്ക് എവിടുന്ന ഇതുപോലുള്ളവരൊക്കെ കിട്ടിയത്? എല്ലാവരുടെ ഒരു പുച്ഛ അവർക്ക്. അവർ മനഃപൂർവ്വം ചേച്ചിയുടെ സാരിയിൽ ജ്യൂസ് ഒഴിച്ചതാണ്. എനിക്കറിയാം. എന്നിട്ട് എന്താ ചേച്ചി ഒന്ന് പറയാഞ്ഞത്? അവർക്ക് വലിയ ആളുകളല്ലാമോ. പിന്നെ നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നവരാണ്. അപ്പോൾ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് മോശമല്ലേ? എൻ്റെ ചേച്ചി എത്ര കിട്ടിയാലും പാടിക്കില്ല. ചേച്ചിയോട് പറഞ്ഞ് ഞാൻ മടുത്തു. അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി അവൾ ഉള്ളിലേക്ക് പോവാൻ തുനിഞ്ഞതും പിന്നെ എന്തോ ഓർത്തുപോലെ തിരിച്ചു വന്നു. അതെ, ആ ഹർഷനും വർഷം പോയിട്ടില്ല. ഇവിടെ വന്ന് അതിഥി ആയതുകൊണ്ട് ഹർഷേടെന്ന് വിളിച്ച് ചേച്ചി ഇനി ഞാനോട് മിണ്ടാനും പോകാൻ നിൽക്കണ്ട. ഇനി അങ്ങോട്ട് മിണ്ടാൻ വന്നാലും മൈൻഡ് ചെയ്യാനും പോകണ്ട. എങ്ങനെ സംസാരിച്ച് ഞാൻ അറിഞ്ഞ ചേച്ചി മേടിക്കെൻ്റെ കയ്യിൽ നിന്ന്. ശരി മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം. കനത്തിലൊന്ന് മൂളി പെണ്ണുള്ളിലേക്ക് പോയതും വീണ്ടും കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് അവിടെ നിരത്തിയിട്ടിരിക്കുന്ന ചെയറിലിരുന്നു. കുറച്ച് കഴിഞ്ഞതും വന്നവരൊക്കെ പോയിരുന്നു. ഉറങ്ങിയ അമ്പൂട്ടൻ റൂമിൽ കിടത്തി കല്യാണ ചേച്ചിയുടെ ഒപ്പം എല്ലാവരും ഒതുക്കാൻ കൂടി പറഞ്ഞു. ചേച്ചിക്ക് പോവാനായതും പാച്ചുവിനെയും കൂടെ കൂട്ടി അവരെ വീട്ടിലാക്കി കൊടുത്തു. വന്നപാടെ പാച്ചു പിച്ചുവിനെയും അമ്മുവിനെയും കൂട്ടുപിടിച്ച് കുഞ്ഞിനെ കിട്ടിയ സമ്മാന പൊതിയൊക്കെ പൊളിച്ച് നോക്കാൻ തുടങ്ങിയിരുന്നു. അജിവേട്ടനും ദക്ഷം പുറത്തിരിക്കുന്നുണ്ട്. കയ്യിലൊരു ബോട്ടിലുണ്ട്. പാച്ചു തന്നെ വിളിച്ചുവെങ്കിലും ക്ഷീണം കാരണം ഒന്ന് കിടന്നാൽ മതി എന്നായതുകൊണ്ട് വേഗം റൂമിലേക്ക് പോയി ഫ്രഷായി വന്ന് അമ്പൂട്ടിൻ്റെ അടുത്ത് കയറി കിടന്നു. ഇന്നലെ വൈകി കിടന്നത് കൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ വൈകിയിരുന്നു. നെഞ്ചോട് ചേർന്ന് കിടന്നിക്കുന്ന കുഞ്ഞിനെ പതിയെ മാറ്റി കിടത്തി ബെഡിൽ നിന്ന് എണീക്കാൻ നിന്നപ്പോഴേക്കും അമ്പൂട്ടിന് എണീക്കാനുള്ള തത്രപ്പാട് തുടങ്ങിയത് കണ്ട് വേഗം കണ്ണടച്ച് കിടന്നു. ചിലപ്പോൾ അതുപോലെ തന്നെ കിടന്ന് ഉറങ്ങിക്കൊള്ളു. കുറച്ച് കഴിഞ്ഞ് അനക്കമൊന്നും കാണാത്തത് കണ്ട് പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഉറങ്ങുന്ന ദക്ഷനോട് ചേർന്ന് കിടന്ന് തന്നെ നോക്കി കിടക്കുന്ന കുഞ്ഞിനെയാണ്. താൻ നോക്കുന്നത് കാണുമ്പോൾ ആള് ചിരിച്ചുകൊണ്ട് ദക്ഷൻ്റെ നെഞ്ചിലേക്ക് മുഖം പോയിട്ടു. പിന്നെയും മോളി കണ്ടിട്ട് നോക്കും. കുഞ്ഞിൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടതും വന്ന ചിരിയെല്ലാം ഒളിപ്പിച്ച് കണ്ണുകൾ അടച്ച് തന്നെ കിടന്നു. കുറച്ച് കഴിഞ്ഞ് താൻ കണ്ണു തുറക്കാത്തത് കണ്ടാണെന്ന് തോന്നുന്നു ശബ്ദമുണ്ടാക്കി തൻ്റെ അടുത്തേക്ക് ഉരുണ്ടുരുണ്ട് വന്നിരുന്നു. ആ കുഞ്ഞൻ വിളിച്ചിട്ടും താൻ കണ്ണു തുറക്കാത്തത് കണ്ട് കുറുമ്പൻ മൂക്കുത്തിയിൽ പിടിച്ച് വലിച്ചിരുന്നു. എടാ കള്ള, അടി കിട്ടൂട്ടോ നിനക്ക്. ആ ഉണ്ണിവയറിൽ മുഖമിട്ട് രസിക്കൊണ്ട് പറഞ്ഞതും ആള് കുലുങ്ങി ചിരിക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ച് നേരം കൂടി ഉറങ്ങിക്കൂടാ എന്ന് കുഞ്ഞ. എന്തിനാ ഇപ്പം തന്നെ എണീറ്റത്? ഇനി എൻ്റെ പണിയൊക്കെ എങ്ങനെ നടക്കും? ആള് പറഞ്ഞതൊക്കെ കേട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. എന്നും രാവിലെ എണീക്കുമ്പോൾ എന്നെയും ദക്ഷിണയും കുറുമ്പൻ മൂത്രമൊഴിച്ച് ആകെ നനച്ചിട്ടുണ്ടാകും. നെഞ്ചിയും കീബോർഡ് ആകെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് കുളിക്കണമെന്നുണ്ട്. ഇവനോടൊക്കെ എടുത്തിട്ട് പോകാൻ വയ്യ. ദക്ഷാണെങ്കിൽ നല്ല ഉറക്കമാണ്. അവസാനം കുഞ്ഞിനെയും എടുത്ത് ട്രൗസർ ഇട്ട് കൊടുത്ത് റൂമിന് വെളിയിലേക്ക് പോയി. പാച്ചുവിൻ്റെ റൂമിലേക്ക് പോയതും വിച്ചുവും പാച്ചുവും നല്ല ഉറക്കമാണ്. അജുവേട്ടനുണ്ട് അവരുടെ കൂടെ. അജുവേട്ടാ എന്താ വൈക? അതെ, ഈ കുഞ്ഞിനൊന്ന് നോക്കൂ, ഞാൻ ഫ്രഷായിട്ട് വരാം. കുഞ്ഞൻ അജുവേട്ടൻ്റെയും പാച്ചുവിൻ്റെയും ഇടയിലായി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ വൈക കൊച്ചേ, ഇതിന് ഭേദം നിനക്ക് ഈ രാവിലെ തന്നെ എന്നോട് ഈ വീടിന് ചുറ്റും ഒരു 10-30 തവണ ഓടാൻ പറയുന്നതായിരുന്നു. ബെഡിലിരുത്തിയപ്പോൾ അജുവേട്ടൻ്റെ മേലെ കയറിയിരുന്ന് താടിയിലും മുടിയിലും പിടിച്ച് വലിച്ച് ബഹളം വെക്കുന്ന കുഞ്ഞിനെ കണ്ട് അജുവേട്ടൻ ദയനീയതയോടെ പറഞ്ഞു. ഒരു 10 മിനിറ്റ്. ഏതായാലും നീ പൊക്കോ, ഞാൻ നോക്കിക്കൊള്ളാം. അജുവേട്ടൻ പറഞ്ഞ് വേഗം റൂമിലേക്ക് പോന്നു. ഇനി അമ്പൂട്ടൻ ഉണർത്തിക്കോളും പാച്ചുവിനെയും ബിച്ചുവിനെയും. അലക്കാനുള്ള തുണികളെല്ലാം എടുത്ത് ബിക്കിനിയിലിട്ട് വേഗം പോയി കുളിച്ചു വന്നു. താഴേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അജുവേട്ടൻ റൂമിലേക്കൊന്ന് പാളി നോക്കിയപ്പോൾ കണ്ടു പാച്ചുവിൻ്റെയും ബിച്ചുവിൻ്റെയും അജുവേട്ടൻ്റെയൊക്കെ കൂടെ നല്ല കളിയിലാണ് കക്ഷി.
എന്ന് കണ്ട് ഡോറും ചാരി വേഗം താഴേക്ക് പോയി. ഇന്നലെ വൈകി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണ ചേച്ചി പോയത്. അതുകൊണ്ട് ഇന്നിനി പാലില്ല. അമ്പോട്ടിനുള്ള പാല് കൊടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് ചെന്നപ്പോൾ ഉണ്ട് രണ്ടമ്മമാരും കാത്തിയടിച്ച് നിന്ന് ഓരോ പണിയിലാണ്. രാവിലെ തന്നെ എന്താണ് രണ്ടുപേരും കൂടി തള്ളി മറിക്കുന്നത്? ആ നീ വന്നോ? എന്താ ഇങ്ങോട്ട് കാണാത്തെന്ന് കരുതിയിരിക്കായിരുന്നു. കുഞ്ഞിനെണീറ്റോ? എണീറ്റമ്മേ, അജുവിൻ്റെ അടുത്തുണ്ട്. എന്നാ നീ ഇത് കുഞ്ഞിന് കൊടുത്തേര്. ലക്ഷ്മിയമ്മ പാല് നിറച്ചു വെച്ച കുഞ്ഞിൻ്റെ ഫീഡ് ബോട്ടിൽ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞതും വേഗം അതും വാങ്ങി മുകളിലേക്ക് നടന്നു. കുഞ്ഞിന് വിശപ്പ് വന്ന ബഹളം വെച്ച് അലമ്പാക്കും ചെക്കൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുടനെ തന്നെ തൻ്റെ വീട്ടിലുള്ളവർ തിരിച്ചു പോയിരുന്നു. വൈകിട്ട് പോകാമെന്ന് എല്ലാവരും പറഞ്ഞു നോക്കിയെങ്കിലും വീട്ടിലെ കന്നുകാലികളുടെ കാര്യം കഷ്ടാകുമെന്ന് പറഞ്ഞ് അവരുണ്ട് ഇറങ്ങിയിരുന്നു. ദക്ഷ അവരെയും കൊണ്ട് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അവർ പോകുന്നത് കണ്ട് കൂടെ പോകാൻ കുഞ്ഞിനെ കരച്ചിൽ തുടങ്ങിയിരുന്നു. കുറച്ചു നേരം കരഞ്ഞ ആൾ ഉറങ്ങിയതും തൊട്ടിലേക്ക് എടുത്തി പോരാൻ നേരത്താണ് ദക്ഷിൻ്റെ ഷെൽഫ് ലോക്ക് ചെയ്യാതെ ഇട്ടിട്ട് പോയത് കണ്ടത്. ഷെൽഫ് തുറന്ന് വെറുതെ തുണികൾക്കിടയിൽ തപ്പി നോക്കിയപ്പോൾ പ്രതീക്ഷ സാധനം കയ്യിൽ കിട്ടിയിരുന്നു. ദക്ഷിൻ്റെ ആ ഡയറിയും വിട്ട് ബെഡിൽ പോയിരുന്നു. എൻ്റെ കണ്ണാ, ഇത് വായിച്ച് തീരുവോളം ആസുരം കൊണ്ട് വരാതെ നീ നോക്കണേ. കണ്ണിനെയും മനസ്സിൽ വിളിച്ച് അതിൻ്റെ ഓരോ പേജായി മറിച്ച് നോക്കി. ആദ്യമെല്ലാം അവൻ മിത്രയെ കണ്ടതും തമ്മിൽ പരിചയപ്പെട്ടതും പിന്നീട് അവർ തമ്മിൽ ഇഷ്ടമില്ലായതും എല്ലാമായിരുന്നു. അതൊന്നും വായിക്കാൻ താല്പര്യം തോന്നിയില്ല. കാരണം ഉള്ളിൽ ചെറുതായി കുശുമ്പ് തലപൊക്കിയത് തന്നെയായിരുന്നു കാരണം. ഓരോ പേജിലും അവളുടെ പ്രണയകാലം മനോഹരമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തോ തന്നിൽ വേദനയോ സങ്കടമോ ദേഷ്യമോ ഒക്കെ നിറച്ചിരുന്നു. അങ്ങനെ ഇന്നെല്ലാ പ്രതിബന്ധനങ്ങളെയും മറികടന്ന് എൻ്റെ മിഥുവിനെ ഒരു തരി പൊന്നിനാൽ സ്വന്തമാക്കി. അവസാന പേജിൽ എൻഗേജ്മെൻറ്റ് നടന്ന ദിവസം അവൻ എഴുതിയ ഈ വരികൾ മാത്രമുള്ളായിരുന്നു. പിന്നീട് അങ്ങോട്ടെല്ലാം ശൂന്യമായ പേജുകളായിരുന്നു. അവൻ്റെ ഒരു മിത്തു ഒലക്ക അസുരം തേണ്ടി ഇപ്പോഴാ ഉണക്ക തേപ്പൊട്ടിയാകും മനസ്സിൽ. അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടമില്ലാത്ത തന്നോട് മാത്രം ഏത് നിമിഷവും കടിച്ചു കയറുന്നത്. അതെങ്ങനെയാ ഇപ്പോഴും മനസ്സിലാ തേപ്പൊട്ടിയാകും. അതുകൊണ്ടാ ഇപ്പോഴും ഇത് നിധികാകുന്ന ബോധത്ത് പോലെ കൊണ്ടു നടക്കുന്നത്. ഒരു മിത്തു. കുശുമ്പും ദേഷ്യവും സങ്കടം സഹിക്കവയ്യാതെ കയ്യിലുള്ള ഡയറി ദേഷ്യത്തിൽ ബെഡിലേക്ക് എറിഞ്ഞ് എണീറ്റ് പോരാൻ നേരത്താണ് വാതിലിൽ ചാരി കൈകെട്ടി തന്നെ നോക്കി നിൽക്കുന്ന അസുരനെ കണ്ടത്. അവനെ കണ്ടതും ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ വേണ്ടിയിരുന്നു. എൻ്റെ കണ്ണാ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു കേട്ടോ. എന്നെ ഇനി ഇവൻ ഭിത്തിയിൽ ഒട്ടിക്കാൻ ഞാൻ മതിയായിരുന്നു.